പ്രിയങ്ക ഖാർഗെയാണ് ഈ ഒരു കത്ത് എഴുതിയിരിക്കുന്നത്. RSSനെ കർണാടകയിൽ നിരോധിക്കണം അല്ലെങ്കിൽ RSSന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നത്. അപ്പോൾ അതിനെ തുടർന്നാണ് ഇപ്പോൾ സിദ്ധരാമയ്യ വലിയ നടപടികളൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. ഈ പ്രിയങ്ക ഖാർഗെ എന്ന് പറയുമ്പോൾ കർണാടകയിലെ ഒരു ചാമ്പ്യൻ ഓഫ് സെക്യുലറിസം എന്നുള്ള രീതിയിൽ സ്വന്തം വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം മല്ലികാർജുൻ ഖാർഗെയുടെ മകനാണ്. ഒരു എത്തീസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു നിയോ ബുദ്ധിസ്റ്റാണ്. ആൻറ്റി ഹിന്ദു തോട്ട്സ് ഉള്ള ഒരു ലീഡറാണ്. പ്രത്യേകിച്ച് ഉദയനിധി സ്റ്റാലിൻ്റെ സനാതന ധർമ്മത്തിനെതിരെയുള്ള പ്രസ്താവനയൊക്കെ കൈയടിച്ച് സ്വീകരിച്ച ഒരു നേതാവ് കൂടിയാണ് ഈ പ്രിയങ്ക ഖാർഗെ. അപ്പോൾ പ്രിയങ്ക ഖാർഗെയും സിദ്ധരാമയ്യൊക്കെ മുന്നോട്ട് വെക്കുന്നത് ഒരു ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയമാണ്, ഒരു അഹിന്ദ രാഷ്ട്രീയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഹിന്ദുക്കളെ പരമാവധി വിഘടിപ്പിക്കുക, ഹിന്ദുക്കൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുക, എന്നിട്ട് ഭരണം നിലനിർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പം ഈ രീതിയിൽ ഈ DK ശിവകുമാർ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗത്തെ പൂർണ്ണമായും സൈലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് സിദ്ധരാമയ്യ ഉൾപ്പെടെ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനൊരു ടൂളായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഈ RSSന്റെ നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. കാരണം പ്രിയങ്ക ഖാർഗെ എന്ന് പറയുമ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ RSSനെതിരെ പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, RSSനെതിരെ സംസാരിക്കുന്നു.